എൻ്റെ പേര് ഷോണി. എൻ്റെ ഭാര്യ മഞ്ജു. ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. മൂത്താളുടെ പേര് ആൻസ്റ്റീന മരിയ ഷോണി. രണ്ടാമത്തെ ആളുടെ പേര് അനോഷ് ഇമ്മാനുവൽ ഷോണി. ഇവർ ട്വിൻസാണ്. മൂന്നാമത്തെ ആളുടെ പേര് ആൻസ്റ്റിൻ ഇമ്മാനുവൽ ഷോണി. നാലാമത്തെ ആള് ആൻസ്റ്റിയ മരിയ ഷോണി. ഞങ്ങൾ തൃശ്ശൂർ അതിരൂപതയിലെ ചെങ്ങാലൂർ ഇടവകയിലെ കുടുംബാംഗങ്ങളാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. മൂത്ത മകള് ആൻസ്റ്റീന മരിയ ഷോണി. അവൾ എന്നെ കൂടുതലായിട്ടും അടുക്കളയിൽ കിച്ചണിലൊക്കെ സഹായിക്കും. ഇപ്പോൾ കുഞ്ഞുവാവ ഉണ്ടായ ശേഷം കുഞ്ഞുവാവയുടെ കാര്യങ്ങൾ നോക്കാനും എനിക്ക് ഒത്തിരി ഹെൽപ്പാണ് അവളെ കൊണ്ട്. കിച്ചണിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ ഉണ്ടാവും. അപ്പോൾ കൂടുതലായിട്ടും എന്നെയാണ് അവൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ഉണ്ടാവുക. അവള് സമയം കിട്ടുമ്പോഴൊക്കെ വചനം വായിക്കാനായിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നു. പിന്നെ അവള് നന്നായി പടം വരയ്ക്കും, കൂടുതൽ മ്യൂസിക്കുകൾ കേൾക്കും. പിന്നെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കി വന്നിട്ട് പരീക്ഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കൂടുതലായിട്ട് അവള് കോമഡിയാണ് വീട്ടിൽ ഉപയോഗിക്കുക. അപ്പോൾ എന്നെയോ അല്ലെങ്കിൽ പപ്പേനെയൊക്കെ അനുകരിച്ച് കാണിക്കും. അപ്പോൾ ദേഷ്യമൊക്കെ വരുമ്പോൾ ഞാൻ ചീത്ത പറയുമ്പോൾ എന്നെ കോമഡി ആക്കി അവള് തമാശ പറഞ്ഞ് എന്നെ ദേഷ്യം മാറ്റി വിടും. അപ്പോൾ ദേഷ്യം ഞാൻ ഒരു മൂഡിൽ വരുമ്പോഴേക്കും അവളത് തമാശയാക്കി അവൾ മാറ്റി വിടുന്നതാണ് അവളുടെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ ആള് അനോഷ്. അവൻ കൂടുതൽ സമയം ഫോണിൽ യൂട്യൂബ് വചനങ്ങൾ, അച്ഛന്മാരെ ടോക്കുകളൊക്കെ കേട്ടുകൊണ്ട് ഞാൻ കിച്ചണിൽ പണിയെടുക്കുകയാണെങ്കിൽ എൻ്റെ പുറകെ വന്ന് നമ്മ അത് കേൾക്ക്, ഈ വചനം കേൾക്ക്, അച്ഛൻ പറയുന്നത് കേട്ടോ, വചനം എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും, പുറകെ നടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കൂടുതലായിട്ട് അവൻ പപ്പേനെ ജോലികളിൽ സഹായിക്കും. വീട്ടിലെന്തെങ്കിലുമൊക്കെ പുറത്ത് പണികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പപ്പയുടെ പുറകെ നടന്ന് അവൻ സഹായിക്കും. മൂന്നാമത്തെ ആള് ആൻസ്റ്റിൻ. അവനാണെങ്കിൽ അവൻ കൂടുതലൊരു അറ്റാച്ച്മെൻ്റ് ആണ്, കെയറിങ് ആണ്, ഭയങ്കര കെയറിങ് ആണ് ഞങ്ങളുടെ കാര്യത്തിൽ. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ കത്തി കൊണ്ട് കൈമുറിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവന് കൂടുതൽ പെട്ടെന്ന് സഡൻ ആക്ഷൻ എടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് പെട്ടെന്ന് കണ്ടെത്തിയ ആളിനുള്ള സൊല്യൂഷൻ കണ്ടെത്തും. അങ്ങനെയാണ്. പിന്നെ കൂടുതലായിട്ട് ടെക്നിക്കൽ മൈൻഡ് ഉണ്ട് അവന്. എന്തിനും ഒരു സൊല്യൂഷൻ ആളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതിനുള്ള വഴികൾ ആൾ കണ്ടെത്തും. പിന്നെ ആൾ കൂടുതലായിട്ട് കബോർഡൊക്കെ വെട്ടി വണ്ടികൾ ഉണ്ടാക്കുക, റിമോട്ട് വണ്ടി ഉണ്ടാക്കുക, അങ്ങനെ കുറേയേറെ ആക്ടിവിറ്റികൾ ആൾക്കുണ്ട്. ഇലക്ട്രിക്കലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് കുറേയേറെ ഐറ്റംസ് ഉണ്ടാക്കുക. ആൾ വെറുതെ ഇരിക്കില്ല ഒരു മിനിറ്റ് പോലും. ഫുൾ ടൈം ആളുടെ മൈൻഡിൽ എന്തുണ്ടാക്കണം, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ എന്താണ്, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആൾ. പിന്നെ ആൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് കുക്കിംഗ് ആണ്. വലിയ കുടുംബത്തിൽ ഉള്ള ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് നമുക്കുള്ള മക്കളുടെ അത്രയും തന്നെ ക്യാരക്ടറായിരിക്കും ഈ 4 മക്കൾക്ക്. ഇപ്പോൾ 4 മക്കളുണ്ടെങ്കിൽ 4 മക്കൾക്ക് 4 ക്യാരക്ടറായിരിക്കും. അതിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മൂത്ത മോളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുർബാനയ്ക്ക് പോകാനായിട്ട് ഞങ്ങളൊരു ദിവസം ആരംഭിക്കുന്നത് 5 മണിക്ക്, രാവിലെ പുലർച്ചയ്ക്ക് 5 മണിക്ക് ഞങ്ങൾ എഴുന്നേൽക്കും. 5:45 കുർബാന പള്ളിയിലുണ്ടെങ്കിൽ ഞങ്ങൾ പോയിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ രീതി. അതുപോലെ തന്നെ എന്തെങ്കിലും പെരുന്നാളോ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളൊക്കെ ആയിട്ട് പള്ളിയിൽ പാട്ട് കുർബാന ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ 5 മണിക്ക് തന്നെ കുർബാനയ്ക്ക് പോയിരിക്കും. അപ്പം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഒക്കെ വൈകുന്ന കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ ഇതിനെ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കുന്നത് മൂത്ത മോളാണ്. ഇത് 5:35 5:40 ഇപ്പോൾ പോയാലേ എത്തുള്ളൂ. അപ്പോൾ എല്ലാവരെയും പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നത് അവളാണ്. അപ്പോൾ ആ കാര്യത്തിൽ, ആ ടൈമിൻ്റെ കാര്യത്തിലൊക്കെയുള്ള ഉത്തരവാദിത്വം അവൾക്കുണ്ട്. രണ്ടാമത്തെ മോനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രത്യേകത വെച്ചാൽ അവന് കൂടുതൽ ബൈബിള് വായിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ബൈബിള് വഴി അവൻ അത് കറക്റ്റ് ചെയ്ത് തരും. ഇപ്പം അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനകളിൽ ചിലപ്പോൾ ചെറിയ ബ്രേക്ക് എടുത്ത് എന്തെങ്കിലും വർത്തമാനം പറയാമെന്നാൽ അതൊന്നും പറ്റില്ല, സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ സ്പീഡ് അത്ര
കൂടാൻ പാടില്ല. അപ്പോൾ അവൻ അത് കൺട്രോൾ ചെയ്യും. സ്പീഡ് കൂടുന്നുണ്ട്, സ്പീഡ് കുറയ്ക്കണം. അപ്പോൾ അത് രണ്ടാമത്തെ ആളുടെ കഴിവ്. താഴെയുള്ളവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഇപ്പോൾ ഒരു കണ്ണിൽ കരട് പോയി, അപ്പോൾ പെട്ടെന്ന് അങ്ങനെയൊക്കെയുള്ള പെട്ടെന്നൊരു റിയാക്ഷൻ ആൾക്കുണ്ട്. നമ്മളെ സഹായിക്കാൻ ഓടി വരും. ആളുകളെല്ലാവരും വ്യത്യസ്ത ക്യാരക്ടറാണ്. ഇതിനൊക്കെ അടിസ്ഥാനപരമായ ഒരു ബേസ് എന്ന് പറയുന്നത്, ഞങ്ങൾ കുഞ്ഞുനാളിൽ മുതൽ ഞങ്ങൾ അവരെ പള്ളിയിൽ കൊണ്ടുപോകും എന്നുള്ളതാണ്. ഞാൻ ആൺപിള്ളേർ എൻ്റെ കൂടെ വരും, പെൺകുട്ടി മഞ്ജുൻ്റെ കൂടെ പോകും. അപ്പോൾ എൻ്റെ ഇരുവശവും രണ്ടുപേര് നിൽക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ കുർബാനയിലുള്ള സാമീപ്യം. അപ്പം ഞങ്ങൾ സമാധാനം ആശംസിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സമാധാനം ആശംസിക്കും. അതുപോലെ തന്നെ സ്വർഗസ്ഥനായി ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് സ്വർഗസ്ഥനായി ചെല്ലും. അപ്പം ദൈവാനുഭവം ഞങ്ങളെ അവരെ എക്സ്പീരിയൻസിലൂടെ കാണിച്ചു കൊടുക്കായിരുന്നു. ഞങ്ങൾ പറഞ്ഞു കൊടുക്കല്ലായിരുന്നു, ഞങ്ങൾ കാണിച്ചു കൊടുക്കായിരുന്നു, പരിശീലിപ്പിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിൽ കാണിച്ചു കൊടുത്തിട്ട്, അകലെ കാണിച്ചു കൊടുത്തിട്ട്, അവിടെ തണുപ്പുണ്ട് മക്കളെ എന്ന് പറയുന്നതിലും ഭേദം ആ തണുപ്പ് എന്താണെന്ന് അവരെ കാണിച്ചു കൊടുക്കാൻ നമ്മളവരെ കൂട്ടിക്കൊണ്ടുപോവാണ്. കുർബാന ഒരു അനുഭവമാണല്ലോ. അപ്പം ആ അനുഭവത്തിലേക്ക് അവരെ എത്തിക്കുകയാണ്. കുഞ്ഞുനാൾ മുതലേ അവർക്ക് ചിലപ്പോൾ കുർബാനയെക്കുറിച്ച് അറിയാത്ത സമയങ്ങളായിരിക്കാം. പക്ഷെ നമ്മളൊരു സ്തുതി കൊടുക്കുന്ന സമയത്ത് കൈകൂപ്പി സ്തുതി കൊടുക്കാൻ ആ കുഞ്ഞുവാവനെ പഠിപ്പിക്കണം. ഇപ്പോൾ കുഞ്ഞുവാവ 8 മാസമായിട്ടുള്ളൂ. പക്ഷേ കുർബാനയുടെ സമയത്ത് ചില പ്രധാന ഭാഗങ്ങളിലൊക്കെ ഞാനെടുത്ത് കൈകൂപ്പി പിടിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ ഇങ്ങനെ ഒക്കെ പിടിക്കുകയുള്ളൂ, ചിലപ്പോൾ കൈ നീരൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ കൈകൂപ്പി പിടിക്കാൻ ശ്രമിക്കും. എപ്പോഴും ആവില്ല, ചില പ്രധാനപ്പെട്ട സമയങ്ങളിൽ സമാധാനം ആശംസിക്കുന്ന സമയത്ത്. അതുപോലെ സ്വർഗസ്ഥനായൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞുവാവയുടെ കൈ പൊക്കി പിടിക്കാൻ ശ്രമിക്കും. അപ്പോൾ ആദ്യമൊക്കെ അവൾ എതിർക്കും, പിന്നെ ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും കൈ പൊക്കി കാണുമ്പോൾ അവളും കൈ പൊക്കി കാണിക്കും. അങ്ങനെ കുഞ്ഞുനാൾ മുതൽ ഇത്തരത്തിൽ ആത്മീയമായ വളർച്ചയ്ക്ക് ഉതകുന്ന പല ഘടകങ്ങളും നമ്മൾ അങ്ങോട്ട് സപ്ലൈ ചെയ്യണം. എന്നാലാണ് ഈ ഒരു ഘട്ടം എത്തുമ്പോൾ, ഒരു കൗമാര കാലഘട്ടം അല്ലെങ്കിൽ ഈ യൗവന കാലഘട്ടം എത്തുമ്പോൾ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. കുഞ്ഞുനാളിൽ മുതലേ ഇത് നമ്മൾ ചെയ്ത് പരിശീലിക്കണം. മാമോദിസ കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് കുഞ്ഞുവാവ ഞങ്ങൾ കുർബാനയ്ക്ക് കൊണ്ടുപോയി തുടങ്ങിയതാണ്. ഇതുവരെ ഞങ്ങൾ മുടങ്ങാതെ വിശുദ്ധ കുർബാന കുഞ്ഞുവാവയെ കൊണ്ടുപോകും. വാക്സിനേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല പനിയായിരിക്കും. ചിലപ്പോൾ രാത്രിയിൽ ഉറക്കിയിട്ടുണ്ടാവില്ല, രാത്രി ഞാനോടൊന്നും ഉറങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും ഷോണിച്ചേട്ടൻ പറയും, നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ പള്ളിയിൽ പോയി ഇരുന്നാൽ മതി, വിശുദ്ധ കുർബാന മുടങ്ങണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നത് ഷോണിച്ചേട്ടൻ്റെ ഒരു സപ്പോർട്ടാണ്. മൂത്ത മക്കളാണെങ്കിലും കുർബാന സ്വീകരണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ വിശുദ്ധ കുർബാന മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുന്നത്. പപ്പയാണ് ആ ഒരു മാതൃക മക്കൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മക്കൾക്ക് ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും കുർബാനയ്ക്ക് നമുക്ക് പോകണം എന്ന് പറഞ്ഞാൽ ആ തീഷ്ണത മുന്നിൽ കാണിക്കുന്നത് ഇപ്പം മക്കളാണ് കാണിക്കുന്നത്. അത് ഷോണിച്ചേട്ടൻ പകർന്നു കൊടുത്തിട്ടുള്ള ആ ഒരു മാർഗമാണത്. അപ്പം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞങ്ങൾ 7 മണിക്ക് അവിടെ പള്ളിയിൽ മണി കൊട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ പറ്റും, പള്ളിയുടെ അടുത്തായതുകൊണ്ട് കേൾക്കാം. ആ സമയത്ത് കുടുംബ പ്രാർത്ഥന എത്തിക്കണം എന്നാണ് നിർദ്ദേശം. എങ്ങാനും താമസിക്കുകയാണെങ്കിൽ തന്നെ ഒരു 7:30 മുന്നേ തന്നെ എങ്കിലും പ്രാർത്ഥന തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഭൂരിഭാഗം അത് നടക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥനകളിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കണം. അപ്പം അതിനുവേണ്ടി എന്തെങ്കിലും മാറ്റിവെക്കാവുന്ന ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. അതുപോലെ തന്നെ എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ നമുക്ക് ഈ പേഴ്സണലായിട്ടുള്ള കൂടുതൽ ഈ മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ ഉൾക്കൊള്ളിക്കണം, ആ ഒരു ആഗ്രഹങ്ങളുണ്ട്. അപ്പം ഞാനത് പതുക്കെ ചെയ്തു വരുന്നുണ്ട്. കുട്ടികൾ കൂടുതലത് പഠിച്ചു വരുന്നുണ്ട്. മക്കള് കാറ്റീസം പഠിക്കുന്നത്, മൂത്തവര് ട്വിൻസാണ്, അവർ 10ലാണ് പഠിക്കണത്. ഇളയാള് ഇപ്പം 7ാം ക്ലാസ്സിലേക്ക് കയറിയിരിക്കുന്നു. അവർ പരമാവധി എല്ലാം മുടങ്ങാതെ തന്നെയാണ് ഞങ്ങൾ കാറ്റീസത്തിന് ഞങ്ങൾ പറഞ്ഞയക്കും.
വിശുദ്ധ കുർബാന മുടങ്ങാതെ കാണുക, അതുപോലെ കാറ്റീസും മുടങ്ങാതെ പോകണം എന്നൊരു നിർബന്ധവും ഞങ്ങൾക്കുണ്ട്. തീരെ വയ്യാണ്ട് വന്നാലും പരമാവധി ഞങ്ങൾ കാറ്റീസിന് മക്കളെ പറഞ്ഞയക്കും. ഞാൻ കാറ്റീസം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ കാറ്റീസം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പള്ളിയിൽ. ഞാൻ കാറ്റീസം പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ കാറ്റീസം ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് ഞങ്ങളുടെ അടുത്തൊരു ഓട്ടിസം പാർക്ക് ഉണ്ട്, അവിടേക്ക് ഞങ്ങൾ മക്കളെയും കൊണ്ട് പോവാറുണ്ട്. എനിക്കെല്ലാം സപ്പോർട്ടായിട്ട് ഷോണിച്ചേട്ടൻ എൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ അവിടെ പോകുന്നോ, അനാഥാലയം സന്ദർശിക്കാൻ പോകണോ, അതിനൊക്കെ ഷോണിച്ചേട്ടൻ എനിക്ക് നിർദ്ദേശങ്ങൾ തരിക, നമുക്ക് അങ്ങനെ ചെയ്യാം, കുട്ടികളെയും കൊണ്ട് നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാറ്റീസം ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. രോഗി സന്ദർശനം, അതിനൊക്കെ ഞങ്ങൾ മക്കളെ കൂടെ ഞങ്ങളുടെ മക്കളെയും കൊണ്ടുപോകും. കാരണം അവർ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതം വഴി അവർക്ക് പകർന്നു കൊടുക്കാനാണ് മതബോധനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഫോണിന് നല്ല കൺട്രോൾ ഉണ്ട്. എന്നുവെച്ചാൽ ഞങ്ങളോട് പെർമിഷൻ ചോദിച്ചിട്ടേ മക്കൾ ഫോൺ എടുക്കാറുള്ളൂ. കൂടുതലും ദൈവവചനം, സുവിശേഷം ഒക്കെ കേൾക്കാനായിട്ടാണ് ഇപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഫോൺ അവർ എടുക്കാറില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ പറയുന്നത് അനുസരിച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ യൂട്യൂബ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ദൈവവചനം കേൾക്കാം, ബൈബിൾ ക്ലാസ്സുകളുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മക്കളെ പരിശീലിക്കേണ്ടത് ആ ഒരു നല്ല കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാം. അതിൽ പല കാര്യങ്ങളും വരും, അത് ഏതാണെന്നുള്ള ആ വേർതിരിക്കാനുള്ള ഒരു വിവേകം അവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കൊടുക്കണം. ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ മനുഷ്യന് നല്ലൊരു ഗ്രാഹ്യമുണ്ട്. പെട്ടെന്ന് ക്ഷമിക്കാനുള്ള ഒരു കൃപാൾക്കുണ്ട്. പെട്ടെന്ന് ചൂടായി അപ്പം തന്നെ സ്നേഹിക്കാനുള്ള ഒരു മൈൻഡാണ് ആൾക്കുള്ളത്. നമ്മൾ പുറത്തൊക്കെ ആരുടെങ്കിലും സംസാരിക്കാനും അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു നയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവർ പറയുന്നത് കേൾക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു കഴിവ് ആൾക്കുണ്ട്. പിന്നെ എവിടെ വെച്ച് കണ്ടാലും ആരെയും പെട്ടെന്ന് ഓർത്തെടുക്കാനും ഒക്കെയുള്ളൊരു കഴിവ്. പിന്നെ പുറത്തു പോയാലും ആൾക്ക് അങ്ങനെ കുടുംബത്തോടൊപ്പം ചേരണം എന്നുള്ളൊരു, കുടുംബത്തോടൊപ്പമുള്ള ടൂറ് അങ്ങനെയുള്ളത് മാത്രമാണ് ഷോൺ ചേട്ടന് ഇഷ്ടം. ഒരു കുഞ്ഞുവാവനെ വേണമെന്നുള്ള ആഗ്രഹം എനിക്ക് മക്കൾക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം റീകാനലൈസേഷൻ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ കുഞ്ഞുവാവയ്ക്ക് വേണ്ടി റെഡിയാണെന്ന് പറയുന്ന ആ ഒരു ചങ്കൂറ്റം. ഷോൺ ചേട്ടൻ അന്ന് ഒറ്റയ്ക്കായിരുന്നു കാണാനായിട്ട് വന്നിരുന്നത്. അവിടെ ആ സമയത്ത് മഞ്ജു, അപ്പച്ചൻ, കുടുംബത്തിലെ എല്ലാവരും ഉണ്ടായിരുന്നു. ആള് അന്ന് കാണാൻ വരുമ്പോൾ KCB-യിൽ ജോലി ചെയ്യായിരുന്നു. അന്ന് വരുമ്പോൾ ഒരു ബ്ലൂ ഷർട്ടാന്ന് തോന്നുന്നു ഇട്ടിരുന്നത്. ഇത് പക്ഷേ ഒരു കുടുംബം തന്നെ ആ പെണ്ണ് കാണാൻ ചടങ്ങിനുണ്ടായിരുന്നു. അപ്പാപ്പനും അമ്മാമ്മയും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബമാണ് എപ്പോഴും നല്ലത്. കുഞ്ഞുമക്കൾക്കാണെങ്കിൽ അപ്പാപ്പന്മാരുടെ അമ്മാമ്മമാരുടെയും ആ ഒരു സ്നേഹം അനുഭവിച്ച് വളരാനും അവർ പറഞ്ഞു കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു കഥകളും അവർക്കറിയുന്ന കുറേയേറെ കാര്യങ്ങളും ഒക്കെ കുഞ്ഞുമക്കൾക്ക് പകർന്നു കിട്ടും. വ്യത്യസ്ത കാറ്റഗറിയിൽ പെട്ട ആളുകളുടെ സ്നേഹം വ്യത്യസ്തമായിരിക്കും. മാതാപിതാക്കളുടെ ഒരു സ്നേഹം, അപ്പാപ്പന്മാരുടെ അമ്മമാരുടെ വേറൊരു സ്നേഹം, കുഞ്ഞനിയന്മാരുടെ വേറെ സ്നേഹം, ചേട്ടന്മാരുടെ വേറെ സ്നേഹം. ഈ കണക്കിന് നമ്മളുടെ കുടുംബത്തിൽ പല കാറ്റഗറിയിൽ പെട്ട സ്നേഹങ്ങളുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് ലഭ്യമാകണമെങ്കിൽ കൂട്ടുകുടുംബത്തിൽ മാത്രമേ പറ്റൂ. നമുക്കെപ്പോഴും പിള്ളേരെ നോക്കിയിരിക്കാൻ സാധിക്കില്ല, അടുക്കളയിൽ പണികളൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ കൊടുക്കുന്ന ആ ഒരു കെയറിങ്, അവരുടെ ആ ഒരു സ്നേഹം, അതൊക്കെ ഒരു മക്കൾക്ക് കിട്ടാവുന്ന വലിയൊരു സമ്പാദ്യമായിട്ടാണ് എൻ്റെ അഭിപ്രായം. പലവിധ കാരണങ്ങളാൽ അത് പറ്റാതെ വന്നിട്ടുണ്ട്. പക്ഷെ പരമാവധി നമ്മളുടെ മാതാപിതാക്കള്, മക്കള്, കുഞ്ഞുമക്കള് ഇതൊക്കെ കൂടി ചേർന്ന ആ ഒരു പാറ്റേണിൽ വരുമ്പോൾ എല്ലാം ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അവർക്ക് വേണ്ടതെല്ലാം അതിൽ കിട്ടും.
കുടുംബജീവിതമാകുമ്പോൾ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ തമ്മിലും ഇണക്കും പിണക്കമൊക്കെ ഉണ്ടാവും. നമ്മൾ ന്യൂട്രലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടി വരും, എവിടെയാണ് ഒരു ശരി എന്ന് കണ്ടെത്താനായിട്ട്. ചിലപ്പോൾ നമ്മളൊന്ന് താഴേണ്ടി വരും. അത് താഴാൻ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ആ സമയം എടുക്കുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിൽ അതൊന്ന് ചിന്തിക്കുക, എന്താണെന്ന് റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടെത്താൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സോറി പറഞ്ഞേക്കാം. ഷോണിച്ചേട്ടനാണ് ഫസ്റ്റ് വന്നിട്ട് സോറി പറഞ്ഞ് പെട്ടെന്ന് തന്നെ സ്നേഹത്തിലാവണം, നീട്ടിക്കൊണ്ട് പോകരുത് എന്ന് പറയും. ഞാൻ കുറച്ചും കൂടെയൊക്കെ വാശി പിടിക്കും. എന്നാലും ഷോണിച്ചേട്ടൻ പറയും നമുക്ക് എത്ര ദേഷ്യപ്പെട്ടാലും നമ്മളതിന് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ പഴയ സ്നേഹത്തിലാവണം. നമ്മുടെ മക്കളത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അധികം വൈകാതെ തന്നെ ഞങ്ങൾ സ്നേഹത്തിലായി. അങ്ങനെയാണ് പോവാറ്. നമ്മൾ നമ്മുടെ കോപങ്ങളൊന്നും അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ആ കോപങ്ങളൊക്കെ ശമിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കാരണം അത് തീർച്ചയായിട്ടും പറ്റണം. കാരണം വെച്ചാൽ ഞങ്ങൾ പിറ്റേ ദിവസം കുർബാനയ്ക്ക് പോണതാ. ഈ കുർബാനയ്ക്ക് സ്ഥിരം പോയതിന് ശേഷം ഇത്തരത്തിലുള്ള പിണക്കങ്ങൾ പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം കുർബാന സ്വീകരിക്കണ്ടേ. നമ്മൾ തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയി കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഡെയിലി കുർബാന സ്വീകരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. നമുക്ക് കൂടുതൽ വിശുദ്ധിയിലേക്ക് നമ്മുടെ ദാമ്പത്യത്തെ കൊണ്ടുവരാൻ പറ്റും. ഞങ്ങൾ മിക്കതും ഒഴിവ് സമയങ്ങൾ കിട്ടിയാൽ മിക്കതും ഞങ്ങൾ എവിടേക്കെങ്കിലുമൊക്കെ യാത്ര പോവും. യാത്ര മക്കളെയും കൊണ്ട് പോവും. പോകുന്ന വഴികളിൽ ഏതൊക്കെ പള്ളികളുണ്ടോ ആ പള്ളികളിലൊക്കെ ഞങ്ങൾ കയറി ഓരോ ജപമാല ചെല്ലുന്ന ഒരു സിസ്റ്റം ഷോണിച്ചേട്ടൻ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരു ടൂറല്ല, അത് പോകുന്ന വഴികളിൽ എത്ര പള്ളികളുണ്ടോ അവിടെയൊക്കെ കയറി ഇറങ്ങി ആ പള്ളികളിൽ കയറി ഒരു ജപമാല ചെല്ലുക, അങ്ങനെ ഒരു രീതിയുണ്ട്. ദൈവം തന്ന ദാനങ്ങളാണ് നമുക്കുള്ളതെല്ലാം. അതിൻ്റെ ഒരു 10% അംശം ദൈവത്തിന് അവകാശപ്പെട്ടത് തന്നെയാണ്. അത് സാമ്പത്തികമായാലും ശരി, നമ്മുടെ സമയമായാലും ശരി, നമ്മുടെ കഴിവായാലും ശരി, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളായാലും ശരി, നമ്മളെ വായനയായാലും ശരി, നമ്മളുടെ എന്ത് മീഡിയ മേഖലകൾ എല്ലാം ആയാലും ശരി, ഒരു 10-20% ദൈവത്തിന് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഞാൻ പരമാവധി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വിവാഹം ഇന്നത്തെ ഒരു ട്രെൻഡാണ്. പ്രൊഫഷനൊക്കെ ആയിട്ട് മക്കളാവാൻ വിവാഹം മതി എന്നൊക്കെ തീരുമാനിക്കുന്നത്. ദൈവം തരുന്ന സമ്മാനത്തിന് ദൈവം തന്നെ അതിനുള്ള പശ്ചാത്തലം ഒരുക്കും. അത് നമുക്കറിയാം. നേരത്തെ തന്നെ വിവാഹം കഴിച്ച് കുറെ മക്കളായി എന്നിട്ട് പ്രൊഫഷനെ തുടരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. വിവാഹം കഴിച്ച് പുതിയ ജീവൻ ദൈവം ദാനം തരുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളും കർത്താവ് ഒരുക്കും. എൻ്റെ ജീവിതത്തിലെ അനുഭവം അങ്ങനെയാണ്. വൈകിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ഉണ്ടാവാൻ വൈകാം, ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു അതൊരു കൂദാശകർമ്മം കൂടിയല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു സന്തോഷം മടുത്തി കളയുക. അപ്പോൾ അത്രയും നേരത്തെ ആ സന്തോഷം നമുക്ക് ഉണ്ടാകുന്നതാണ് നമ്മളെ സംബന്ധിച്ച് നല്ലത്. ബാക്കിയെല്ലാം ദൈവം ഒരുക്കും. ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ അപ്പച്ചൻ എന്നെ പള്ളിയിൽ കൊണ്ടുപോയിരുന്നു. ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാന കണ്ടിരുന്നു. പിന്നെ ഞാൻ ഒരു 8ാം ക്ലാസ് 9ായിരുന്ന സമയത്തൊക്കെ ജീസസ് യൂത്ത് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അപ്പച്ചൻ എല്ലാ വർഷവും ഒരു 8ാം ക്ലാസ് മുതൽ വെക്കേഷൻ ടൈമിൽ ധ്യാനത്തിന് വിടായിരുന്നു ഞങ്ങളെ. അങ്ങനെയാണ് കൂടുതലായിട്ട് ആത്മീയമായിട്ട് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി, പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. കർത്താവിൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുന്നത് ഒരു ശീലം എനിക്കുണ്ട്. പിന്നെ മാതാവിനോടും എനിക്ക് ഭയങ്കര ഒരു ഭക്തിയാണ്. എൻ്റെ അമ്മയോട് പറയുന്ന പോലെ ഒരു ഫീൽ എനിക്ക് മാതാവിനോടുണ്ട്. ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാനയൊക്കെ കണ്ട് പ്രാർത്ഥന ഈശോയുമായി ചേർന്ന് പോരുകയാണെങ്കിൽ അവരുടെ ഭാവി, അവരുടെ ജീവിതം ഇതെല്ലാം ഈശോ നോക്കിക്കോളും എന്നുള്ളതാണ്. ഞങ്ങളുടെ ഒരു പ്രഭാതം തുടങ്ങുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. ഓരോ ദിവസം കഴിയുന്തോറും വിശുദ്ധ കുർബാനയിൽ കൂടുതൽ ആഴപ്പെടാനായിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്. ആ അർത്ഥം മനസ്സിലാക്കിയിട്ട്
നമ്മൾ കുർബാന കൂടുമ്പോൾ കർത്താവ് ആ മുറിയപ്പെടുന്ന ഒരു സമയം കുമ്പിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ എല്ലാ പാപഭാരങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആ തിരച്ചോരയിൽ കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. അതൊരു അനുഭവമാണ്. ഞാനതെൻ്റെ മക്കൾക്കും കൂടി മനസ്സിലാക്കി കൊടുക്കാൻ അവരെൻ്റെ ഇടതും വലതും നിർത്താറുണ്ട്. ദൈവമായിട്ടും എന്നെയും എൻ്റെ മക്കളെയും കുടുംബത്തെയും കൂടുതൽ അടുപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. നമ്മളൊരു ഭാര്യയായിട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ട ആൾക്കാരല്ല. കാറ്റീസ് ആണെങ്കിലും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത് പോലെ തന്നെ ഇടവകയിലെ മക്കൾക്കും നമുക്കത് പകർന്നു കൊടുക്കാം. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ നമ്മൾ 4 മക്കളെ വളർത്തുമ്പോൾ അറിയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമുക്കത് പകർന്നു കൊടുക്കാൻ നമുക്ക് കാറ്റീസത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. കൊയറിലുണ്ട്. വെക്കേഷൻ സമയങ്ങളിലൊക്കെ ധ്യാനങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് വിടാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ധ്യാനങ്ങൾ നമ്മൾ ഇടവകയിൽ നടത്തുന്ന ധ്യാനങ്ങളിൽ മുടങ്ങാതെ പങ്കെടുപ്പിക്കാറുണ്ട്. ദൈവമായി ചേർത്ത് നിർത്തുന്ന ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന എല്ലാ ധ്യാന പരിപാടികളിലും കുട്ടികളെ പങ്കെടുപ്പിക്കാറുണ്ട്. ചെങ്ങന്നൂർ പള്ളിയിലെ മാസത്തിലൊരു വെള്ളിയാഴ്ച നൈറ്റ് വിജിൽ നടത്താറുണ്ട്. ഈ നൈറ്റ് വിജിൽ ജീസസ് യൂത്തിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. അപ്പോൾ ഞങ്ങളത് മുടങ്ങാതെ പങ്കെടുക്കും. ഞങ്ങളൊരു ടൂറ് പോകുന്നുണ്ടെങ്കിൽ തന്നെ അന്ന് വിശുദ്ധ കുർബാന ഞങ്ങൾ മുടക്കാറില്ല. വിശുദ്ധ കുർബാന ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് മുടങ്ങാതെ പോകുന്നവരാണ്. അപ്പോൾ ടൂറ് പോകുമ്പോൾ വിശുദ്ധ കുർബാന മുടങ്ങിയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോകുന്നത് സ്ഥലത്ത് എവിടെയാണോ അതിന് മുന്നേ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ വിശുദ്ധ കുർബാന കണ്ടിട്ടേ ഞങ്ങളെ ടൂറ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. കുട്ടികളിൽ ആ ഒരു തീഷ്ണത, ആത്മീയമായിട്ടൊരു തീഷ്ണത ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തടഞ്ഞാൽ പോലും ഇപ്പം ഞങ്ങൾ പള്ളിയിൽ ആരാധനയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പള്ളിയിൽ എന്തെങ്കിലും മറ്റു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ വീട്ടിൽ ഇന്ന കാരണങ്ങളുണ്ട്, അപ്പോൾ ഒന്ന് പോകണ്ട, നാളെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ പറ്റില്ലാമേ. ഞങ്ങൾക്ക് ആദ്യം വിശുദ്ധ കുർബാനോ അല്ലെങ്കിൽ ധ്യാനോ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞ് അവരെല്ലാം തെറിഞ്ഞോടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ധ്യാനത്തിന് പോകാനും ഒക്കെ ശ്രമിക്കും. അപ്പോൾ ചിലപ്പോൾ ധ്യാനത്തിന് പോകും, വീണ്ടും കുറച്ച് നാളൊക്കെ നല്ല ആത്മീയതയിലേക്ക് വരും, പിന്നെ പഴയതുപോലെ പോകും. അങ്ങനെയൊക്കെയാണ് പതിവ്. പക്ഷെ ഓരോ ധ്യാനം കഴിയുമ്പോഴും നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മീയത അവ പതുക്കെ വളരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് 4 കുർബാനയൊക്കെ കാണുമ്പോൾ ഇത് കുറച്ച് കൂടുതലാണ്, വേറെ ആരും ഇത്രയൊന്നും കാണുന്നില്ല എന്നാണ് ഞാനും ധരിച്ചിരുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ബിനോയ് എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാരൻ ജീസസ് യൂത്തിലെ ഉള്ള എൻ്റെ ഒരു കൂട്ടുകാരനാണ്. അപ്പം ആ കൂട്ടുകാരൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. അപ്പം ഞാൻ ആളോട് ചോദിച്ചു, ബിനോയ് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടോ? ഞാൻ ചോദിച്ചു, ഞാൻ 7 വർഷത്തോളമായിട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന മുടങ്ങാറില്ല എന്ന്. അത് കേട്ടത് എനിക്ക് വലിയൊരു എന്താ പറയുക, ഞാനിതൊന്നും ഒന്നല്ല എന്നുള്ളൊരു ഭാവത്തിൽ 7 വർഷമായിട്ട്, ഇപ്പം ഞാനിപ്പോൾ ഒരു 1-2 ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ ഇങ്ങനെ കുർബാനകൾ കൂടി തുടങ്ങിയിട്ട്. വലിയ അതിശയായി. ഇപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത തന്നെ വന്നു. ഞാനും പതുക്കെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ കുർബാനകൾ മുടക്കാറില്ല. കോവിഡ് കാലത്താണ് പിന്നെ അതിൽ നിന്ന് കുർബാന കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നത്. ആ സമയത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ഓൺലൈൻ കുർബാനകളാണ് കണ്ടിരുന്നത്. പക്ഷെ ഞാൻ തീരുമാനമെടുത്തു, കോവിഡ് കഴിഞ്ഞ് പള്ളി തുറക്കുമ്പോൾ എൻ്റെ കുടുംബം എൻ്റെ കൂടെ പള്ളിയിലേക്ക് സ്ഥിരം മുടങ്ങാതെ പോകുന്നു. അപ്പം ഞാൻ മഞ്ജുവായിട്ട് സംസാരിച്ചു, നമുക്ക് മുടങ്ങാതെ കുർബാന കൂടണം. അങ്ങനെയാണ് കുർബാന ഫാമിലി മൊത്തം. കോവിഡിന് ശേഷം ഞങ്ങൾ കുർബാനകൾ മുടക്കാറില്ല. ഒരു 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഷോണി ചേട്ടനാണ് എന്നോട് ഇങ്ങനെ ചോദിച്ചത്, നമുക്കൊരു കുഞ്ഞുവാവെങ്കിലും ആയാലോ എന്ന്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എതിർത്തു. കാരണം 3 മക്കളുണ്ടല്ലോ, ഇനി എന്തിനാണ്, പിന്നെ ഓപ്പറേഷൻ അല്ലേ, ഇനിയും ഓപ്പറേഷൻ ചെയ്യണ്ടേ എന്നൊക്കെ ഞാനും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഷോൺ ചേട്ടൻ ആദ്യം ജസ്റ്റ് അങ്ങനെ പറഞ്ഞോളൂ. പക്ഷെ പിന്നെ മക്കളും പറഞ്ഞു, അമ്മേ നമുക്കൊരു കുഞ്ഞുവാവെങ്കിലും വേണം, അമ്മേ ഞങ്ങൾക്കൊരു കുഞ്ഞുവാവന് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചു തുടങ്ങി വേണോ. പിന്നെ ഒരു ധ്യാനത്തിന് പോയപ്പോൾ ഒരു പരിശുദ്ധാത്മാവ് എന്നെ തോന്നിപ്പിക്കുകയാണ്, നമുക്കൊരു കുഞ്ഞുവാവയ്ക്കായിട്ട് നീ തയ്യാറാവണം എന്ന് മനസ്സിലിങ്ങനെ പ്രചോദനം വന്നു തുടങ്ങി. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് പിന്നെ ഡോക്ടറെ അടുത്ത് വന്നിട്ട് കുഞ്ഞുവാവയ്ക്കായിട്ട് റീകാനലൈസേഷൻ ചെയ്ത് കുഞ്ഞുവാവ ഉണ്ടായത്. അപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് നമുക്കൊരു സമ്മാനം തന്നിട്ട് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ ആളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആൾക്ക് വിഷമാവില്ലേ?
നമ്മുടെ അപ്പച്ചനായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ട ഭാര്യ ആയിരിക്കാം. നമുക്കൊരു സമ്മാനം എന്നാ എന്ന് പറഞ്ഞൊരു പാക്കറ്റ് തരാണ്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ആളുടെ മനസ്സിൽ പിന്നെ എന്തായിരിക്കും? അതേപോലെ തന്നെയല്ലേ ദൈവം നമുക്ക് സമ്മാനം തരുന്നത്. വചനം പറയുന്നുണ്ടല്ലോ, ഉദരഫലം ഒരു സമ്മാനമാണെന്ന്, ദൈവത്തിൻ്റെ സമ്മാനമാണ്. അപ്പോൾ നമ്മളത് സ്വീകരിക്കണം. ദൈവം ആ സമ്മാനം തരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയുടെ തുടക്കമാണത്. ആ സമ്മാനത്തിൻ്റെ അതിൻ്റെ പുറകിൽ ആ സമ്മാനത്തിന് നിലനിൽക്കാൻ ആവശ്യമായ ഒരുപാട് സമ്മാനങ്ങൾ അതിൻ്റെ പുറകെ വരുന്നുണ്ട്. നമ്മളിത് പലപ്പോഴും അറിയുന്നില്ല. അപ്പം ദൈവം തരുന്ന സമ്മാനങ്ങൾ നമ്മൾ തീർച്ചയായും സ്വീകരിക്കണം.